നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗ്രൗണ്ട് അറിഞ്ഞ് കളിക്കാൻ മിടുക്കനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പിണറായിയുടെ കാര്യം നമ്മളെപ്പോഴും പറയാറില്ലേ, വന്ന് വീണാലും 4 കാലിലേ വീഴുള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് വി.ഡി. സതീശൻ്റെയും കാര്യം. വന്ന് വീണാലും 4 കാലിലേ വീഴത്തുള്ളൂ. അതുപോലെ കയ്യടി മേടിക്കാനും ബഹുകേമനാണ്. ഇപ്പോൾ വി.ഡി. സതീശന്റെ ഒരു നിലപാട് അത് വലിയ കയ്യടിക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിലും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും ചെറുപ്പക്കാർക്കിടയിലും ഒക്കെ വലിയ കയ്യടി വി.ഡി. സതീശന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയൊക്കെ ബഹുകേമമാണ്. ഒരു കൂട്ടർ ഇതിനെ പിന്തുണച്ചും ഒരു കൂട്ടർ ഇതിനെ എതിർത്തും ഒക്കെയാണ് വലിയ രീതിയിൽ ചർച്ചയും വാഗ്വാദങ്ങളും ഒക്കെ നടത്തുന്നത്. മത്സരം നടക്കുന്നത് അങ്ങ് അമേരിക്കയിലാണ്, എന്നാൽ അവധി കൊടുക്കുന്നത് കേരളത്തിലാണ്. അർജന്റീനയിലും സ്പെയിനിലും പോലും വിദ്യാർത്ഥികൾക്ക് അവധി ഉണ്ടാകില്ല. എന്നാൽ കേരളത്തിൽ കൊണ്ടുപിടിച്ച അവധിയെന്ന് പ്രഖ്യാപനം. പിള്ളേരുടെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുകയാണോ സർക്കാർ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു കാര്യം, സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എം.എം. മണിയുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. പൂക്കി മുഖ്യൻ അവധി പ്രഖ്യാപിച്ചിട്ടും കാര്യമില്ല, സണ്ണി വിചാരിക്കണം കളി പിള്ളേർ കാണണമെങ്കിലെന്ന്. അതായത് കറണ്ട് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്, ഇന്ദിരാ കട്ടിനെ കുറിച്ച് പരിഹസിച്ചുകൊണ്ടായിരുന്നു എം.എം. മണിയുടെ പരിഹാസം. എന്തായാലും പക്ഷേ വി.ഡി. സതീശന്റെ ഈ ഒരു നിലപാടിന് വലിയ രീതിയിൽ പിള്ളേർ കയ്യടി കൊടുക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ജയിക്കണമെന്നുള്ള ആവശ്യവുമായി ഒരു കൂട്ടരും, അതുപോരാ സ്പെയിൻ ജയിക്കണം എന്നുള്ള ആവേശവുമായിട്ട് ടീം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ. അതായത് പോർച്ചുഗല്, ഫ്രാൻസ്, അതുപോലെ തന്നെ ബ്രസീൽ, ഇവർക്കൊക്കെ ഇങ്ങനെ കളി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഓരോ ടീമുകളായി ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുക്കം എന്തായാലും അർജന്റീനയും സ്പെയിനും തമ്മിൽ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു ആവേശമാണ് കേരളത്തിലും ഉള്ളത്. നമുക്കറിയാം, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലൊന്നുമല്ല. കേരളം എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേകതയുള്ള സംസ്ഥാനമാണ്. നമ്മുടെ ഈ വേൾഡ് കപ്പ് തുടങ്ങിയത് മുതൽ നമ്മുടെ വലിയൊരു ആവേശമുണ്ട്. തെരുവിലും വീടുകളിലും അതുപോലെ തന്നെ കളിക്കളങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മൾ വലിയ ആവേശത്തിലാണ്. ആ ആവേശം കണ്ട് ഒരുപാട്, അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമ്മളെ വലിയ രീതിയിൽ ഇതെന്ത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് കൈയടിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ അവസാനം, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അവധി കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? കാരണം പിള്ളേർ ഉറക്കം അളച്ചിരുന്ന് കളി കാണുന്നതാണ്. അപ്പോൾ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയിരുന്ന് ഉറക്കം തൂങ്ങുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് സർക്കാർ അവധി പ്രഖ്യാപിച്ചത് വലിയ കാര്യം തന്നെയാണ്. വലിയ കയ്യടി അതിന് കൊടുക്കണം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പലതരത്തിലാണ്. എന്തൊക്കെ ചർച്ചകൾ വന്നാലും എന്തായാലും ഈ ഒരു ദിവസം പൂക്കി മുഖ്യൻ തൂക്കി എന്ന് വേണം പറയാൻ. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം പുലർച്ചെ വരെ നീളുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ഉറക്കക്കുറവും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശപ്രകാരം അവധി പ്രഖ്യാപിച്ചത്. പിള്ളേരെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശനെ പൊക്കി അടിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ റീലുകളൊക്കെ കിടന്ന് കറങ്ങുന്നത്. കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെയും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലെ കമന്റ് ബോക്സിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ നിറയുന്നത്. കുട്ടികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച സർക്കാരിനെയും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മുഖ്യമന്ത്രിയെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഒരു വിഭാഗം ആളുകൾ പങ്കുവയ്ക്കുന്നത്. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണമെന്നും ഉറക്കമൊഴിഞ്ഞ കുട്ടികളെ രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞു വിടേണ്ടി വരുന്നത് മാതാപിതാക്കൾക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടായിരിക്കുമെന്നും ചിലർ കുറിക്കുന്നുണ്ട്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ സുദിനത്തിൽ കുഞ്ഞുങ്ങൾ കളി കണ്ട് വിശ്രമിക്കട്ടെ എന്നും ലോകം ഒന്നടങ്കം ഫുട്ബോൾ ആഘോഷിക്കുന്ന ഈ രാത്രി കുഞ്ഞു മനസ്സുകൾക്ക് മറക്കാനാകാത്ത ഓർമ്മയാകും എന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റു ചില കമൻറ്റുകളും ഉണ്ട്. അതായത് ചിലർ വലിയ നീരസം പ്രകടിപ്പിക്കുകയാണ്. വള്ളംകളിക്ക്, അതായത് കേരളത്തിലെ നമ്മുടെ അഭിമാനമായ വള്ളംകളിക്ക് അവധി കൊടുക്കാത്ത പൂക്കി മുഖ്യൻ അങ്ങ് വിദേശികളുടെ കളി കാണാൻ അവധി കൊടുത്തേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വലിയ വിമർശനവുമുണ്ട്. തിങ്കളാഴ്ച അവധി നൽകിയില്ലായിരുന്നുവെങ്കിൽ ഭൂരിഭാഗം കുട്ടികളും ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുമായിരുന്നുവെന്നും ഗ്രൗണ്ട് അറിഞ്ഞ് കളിക്കുന്ന മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശനെന്നും ആരാധകർ പുകഴ്ത്തുന്നുണ്ട്. എന്നാൽ ഈ അവധി പ്രഖ്യാപനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചും പരിഹസിച്ചും മറുവിഭാഗവും കളത്തിൽ സ്ട്രോങ് ആണ്.
ഫൈനലിൽ മത്സരിക്കുന്ന രാജ്യങ്ങളിലോ കളി നടക്കുന്ന അമേരിക്കയിലോ ഇല്ലാത്ത എന്ത് പ്രത്യേക സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇന്ത്യ കളിക്കുന്ന മത്സരമല്ല ഇതെന്നും ഏതോ 2 രാജ്യങ്ങൾ കളിക്കുന്നതിന് ഇവിടെ അവധി നൽകുന്നത് വിദ്യാലയങ്ങളുടെ നിലവാരം തകർക്കുന്ന മണ്ടത്തരമാണെന്നും വിമർശകർ വാദിക്കുന്നു. ഭാവിയിൽ ഇത് സർക്കാരിന് വലിയൊരു ബാധ്യതയായും തെറ്റായ കീഴ്വഴക്കമായും മാറുമെന്നും വരും ദിവസങ്ങളിൽ യൂറോ കപ്പ്, കോപ്പ അമേരിക്ക, ചാമ്പ്യൻസ് ലീഗ്, ISL തുടങ്ങിയ ടൂർണമെന്റുകളുടെ ഫൈനലുകൾക്കും ഇത്തരം അവധി നൽകേണ്ടി വരുമോ എന്നും ഇവർ ചോദ്യമുയർത്തുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്ന ചമ്പക്കുളം വള്ളംകളിക്കും കുട്ടനാട്ടിലെ വള്ളംകളികൾക്കും അവധി നൽകാത്തവർ വിദേശ രാജ്യങ്ങളുടെ കളിക്കായി വിദ്യാലയങ്ങൾ അടിച്ചിടുന്നത് കഷ്ടമാണെന്നും കയ്യടി നേടാനുള്ള രാഷ്ട്രീയ അജണ്ട മാത്രമാണ് ഇതിന് പിന്നിലെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നു. തിങ്കളാഴ്ച അവധി നൽകിയിട്ട് പകരം ശനിയാഴ്ച ക്ലാസ് വെച്ച് അധ്യാപകരെ ബുദ്ധിമുട്ടിക്കുന്നതിലുള്ള നീരസവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, കളി കാണുന്ന സർക്കാർ ജീവനക്കാർക്കും ഓഫീസുകൾക്കും അവധി നൽകേണ്ടതില്ലേ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നു. ഈ വിഷയത്തിൽ സർക്കാരിനെ ട്രോളി മുൻ മന്ത്രി MM മണി രംഗത്തേക്ക് വന്നതാണ് കളിക്കളം വീണ്ടും സ്ട്രോങ് ആക്കിയത്. ഫുട്ബോൾ ഫൈനൽ കാണണമെങ്കിൽ വൈദ്യുതി മന്ത്രി സണ്ണിച്ചായൻ കൂടി ഒന്ന് കനിയണമെന്നും ലീവ് വരെ ഗ്യാരണ്ടി ആണെങ്കിലും കറണ്ടിന് മാത്രം ഇവിടെ ഗ്യാരണ്ടി ഒന്നുമില്ലെന്നും MM മണി ഫേസ്ബുക്കിൽ കുറിച്ചത്. പവർ കട്ടിന്റെ സാധ്യതകളെ മുൻനിർത്തി കറന്റ് കൂടി തടസ്സമില്ലാതെ തരണം എന്ന ആവശ്യവും കമന്റുകളിൽ സജീവമാണ്. കളി കാണാനിരിക്കുന്ന ആരാധകർക്ക് വലിയ ആശ്വാസമാണ് ഈ അവധിയെങ്കിലും വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം തീരുമാനങ്ങൾ കുട്ടികളുടെ പഠനത്തെ ബാധിക്കും എന്ന ആശങ്ക ഒരു വിഭാഗം രക്ഷിതാക്കളും പൊതുജനങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ ഈ മുസ്ലിം ചില സംഘടനകളും ഇതിനെ എതിർക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവധിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, സർക്കാർ അനാവശ്യമാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന, കളിയാക്കുന്ന ഒരുപാട് പേർ മറ്റൊരു തരത്തിലുമുണ്ട്. എന്തായാലും MM മണി പറഞ്ഞ ഡയലോഗാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം പൂക്കി മുക്കിയൻ അവധി തന്നിട്ടും കാര്യമില്ല, സണ്ണിച്ചായൻ കനിഞ്ഞാലല്ലേ നമുക്ക് കറണ്ട് കട്ടില്ലാതെ കളി കാണാൻ കഴിയുകയുള്ളൂ. അത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് സണ്ണിച്ചായനോട് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്, കറണ്ട് കട്ട് ചെയ്ത് ഞങ്ങളെ മനോവിഷമത്തിലേക്ക് തള്ളിവിടരുത്. വിട്ടു കഴിഞ്ഞാൽ ജനങ്ങൾ പൂരത്തെറി സണ്ണിച്ചായനെ വിളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് അങ്ങ് വിദേശത്ത് നടക്കുന്ന കളിയല്ലേ, എന്തിനാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇവിടെ അവധി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് കേരളം മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. കേരളം നമ്മളെല്ലാം ആഘോഷമാക്കുന്ന ആൾക്കാരാണ്. ഒരുമിച്ച് കൂടാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മൾ പാഴാക്കാറില്ല. മറ്റൊരു കാര്യം, നമ്മൾ ക്രിക്കറ്റിനെ ഒരു വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അതിനും മേലെയാണ് നമുക്ക് ഫുട്ബോളിനോടുള്ള ഒരു ആവേശം. ആ ആവേശം ഈ പറയുന്ന ഈ കമൻറ്റുകൾ ഇട്ട ആൾക്കാർ വരെ, അവർക്ക് വരെ ഉള്ളിലുണ്ട് ഈ അവധി വളരെ നന്നായി എന്ന്. പക്ഷെ അവരത് തുറന്നു പറയാൻ പറയില്ല. കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയം അവരെ അത് പറയാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കേരളം വലിയ രീതിയിൽ ഫുട്ബോളിനെ പ്രേമിക്കുന്ന ആൾക്കാരുടെ ഒരു നാടുകൂടിയാണ്. മലപ്പുറം മാത്രമല്ല, നമ്മളെപ്പോഴും കേരളത്തിൻ്റെ ഫുട്ബോൾ പ്രേമം പറയുമ്പോൾ മലപ്പുറത്തെയാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷെ മലപ്പുറം മാത്രമല്ല, കേരളത്തിലെ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ എടുക്കുകയാണെങ്കിൽ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. അപ്പോൾ ഒരു അവധിയല്ലേ, അത് കിട്ടിക്കോട്ടെ. രാത്രിയിൽ 12:30-ക്കാണ് കളി തുടങ്ങുന്നത്, തീരാൻ അർദ്ധരാത്രിയാകും. അപ്പോൾ ആ സമയത്ത് കുട്ടികളെല്ലാവരും ഉറക്കം വളച്ചിരുന്നത് കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അവരുടെ ഒരു ആവേശമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതല്ലേ, കുഞ്ഞുങ്ങളുടെയൊക്കെ ഓരോ ദിവസവും ഈ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ വരുന്ന റീലുകൾ. മുതിർന്നവരെക്കാൾ വലിയ ഗ്രാഹ്യമാണ് അവർക്ക് ഈ ഫുട്ബോളിനെ കുറിച്ച്. ആ കുഞ്ഞു മനസ്സുകളിൽ അത് ഇടം പിടിക്കുന്നതാണ്. നമ്മൾ വല്ലാത്ത ആശങ്കപ്പെടുന്നില്ലേ, എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു ടീമിനെ, ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് ഒരു ടീമിനെ ഉണ്ടാക്കാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ലേ? കുഞ്ഞു കുട്ടികളെ നമ്മൾ ചെറുതിലേ പ്രോത്സാഹിപ്പിക്കണ്ടേ? അവരല്ലേ വളർന്നു വന്ന് ഒരു വലിയ ടീമായി മാറേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ടീം ഒരു കാലത്ത് നമുക്കുണ്ടാകണമെങ്കിൽ ഈ കുഞ്ഞ് ആരാധകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ വളർന്നു വന്ന് വലിയൊരു ടീമായി മാറട്ടെ. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലേക്കും അവർ കപ്പുമായി വരട്ടെ. ആ ഒരു ആവേശം ഉണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ ഉറക്കമളച്ചിരുന്ന് കളി കാണുന്ന കുട്ടികൾക്ക് നാളെ ഒരു ദിവസം അവധി കൊടുത്തതിനെ ഞാൻ കൈയടിക്കുന്നു. ഫുട്ബോൾ ആരാധകർ എല്ലാവരും അതിനെ കൈയടിക്കുന്നു. അതിപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ അവർക്കും കൈയടി കൊടുക്കും. ഇതിപ്പോൾ UDFൻ്റെ കാലത്തായി പോയി. അപ്പോൾ നമുക്ക് കൈയടിച്ചല്ലേ പറ്റുള്ളൂ. കാരണം നല്ലൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രോത്സാഹിപ്പിക്കേണ്ടതിനെയൊക്കെ നമ്മൾ മലയാളികൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കറണ്ട് കട്ടില്ലാതെ
സണ്ണിച്ചായൻ കനിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആവേശത്തോടെ എല്ലാവരും കളിയൊക്കെ കണ്ട് നാളെ പകൽ ഒരു നല്ല രീതിയിലൊക്കെ ഉറക്കമൊക്കെ പാസ്സാക്കി കുട്ടികൾ ചൊവ്വാഴ്ച മുതൽ ക്ലാസ്സിലെത്തട്ടെ. അവരുടെ ഫുട്ബോൾ ആവേശത്തിന് വലിയ കയ്യടി കൊടുക്കണം, കുഞ്ഞു കുട്ടികളുടെ ആ ആവേശത്തിന്. അതിനൊപ്പം നിന്ന സർക്കാരിനും വലിയ കയ്യടി കൊടുക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.